ഭീഷ്മപർവം യുദ്ധം. മഹാഭാരത യുദ്ധത്തിന്റെ ആദ്യ പർവമാണ് ഭീഷ്മപർവം. ഈ പർവത്തിൽ കുരുക്ഷേത്ര യുദ്ധം ആരംഭിക്കുകയും ഭീഷ്മപിതാമഹൻ യുദ്ധം നയിക്കുകയും ചെയ്തു. ഭീഷ്മപിതാമഹൻ യുദ്ധത്തിൽ അസാധാരണമായ വീര്യം പ്രകടിപ്പിക്കുന്നു. അദ്ദേഹം കുരുക്ഷേത്ര ഭൂമിയിൽ നിൽക്കുന്നിടത്തോളം കാലം ആരും അദ്ദേഹത്തെ വധിക്കാൻ കഴിയില്ല എന്ന വരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പാണ്ഡവർക്ക് ഭീഷ്മപിതാമഹനെ വധിക്കാൻ ഏറെ ബുദ്ധിമുട്ടുകൾ നേരിട്ടു. അദ്ദേഹം അസാധാരണമായ വില്ലാളിയും യുദ്ധതന്ത്രജ്ഞനുമായിരുന്നു. യുദ്ധം പുരോഗമിക്കുമ്പോൾ പാണ്ഡവർക്ക് വൻ നഷ്ടങ്ങൾ സംഭവിക്കുന്നു. അർജുനൻ, ഭീമൻ തുടങ്ങിയ മഹാരഥർ ഭീഷ്മപിതാമഹനെ വധിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും വിജയിക്കുന്നില്ല. ഭീഷ്മപിതാമഹൻ പാണ്ഡവരെ വലിയ രീതിയിൽ പിന്തിരിപ്പിക്കുന്നു. യുദ്ധം തുടർന്നുകൊണ്ടിരിക്കെ ഭീഷ്മപിതാമഹൻ ഒരു നിശ്ചിത സമയം വരെ മാത്രമേ യുദ്ധം ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുന്നു. അദ്ദേഹത്തിന് ഉത്തരായണകാലത്ത് മാത്രമേ യുദ്ധം ചെയ്യാൻ കഴിയൂ എന്ന വരമുണ്ടായിരുന്നു. അതിനാൽ ഭീഷ്മപിതാമഹൻ ഉത്തരായണകാലം കഴിയുന്നതുവരെ യുദ്ധം ചെയ്യുകയും പിന്നീട് ശരശയ്യയിൽ കിടക്കുകയും ചെയ്യുന്നു. ഭീഷ്മപർവം യുദ്ധം മഹാഭാരത യുദ്ധത്തിലെ ഏറ്റവും കഠിനവും ദുഷ്കരവുമായ ഘട്ടങ്ങളിലൊന്നായിരുന്നു. ഭീഷ്മപിതാമഹന്റെ വീര്യം, യുദ്ധപാടവം എന്നിവ മഹാഭാരതത്തിൽ വളരെ പ്രശസ്തമാണ്.